സ്വവർഗ അനുരാഗികൾ വൃത്തികെട്ടവരെന്ന് SYA സെക്രട്ടറി അബ്ദുസമദ് പൂക്കോട്ടൂർ. സ്വവർഗ സംസ്കാരം കാണുന്ന മുസ്ലിം പെൺകുട്ടികൾക്ക് മതബോധം കുറയും. ഇവർ ഇതെല്ലാം കണ്ട് മറ്റു മതസ്ഥരുടെ കൂടെ പോയാൽ ബഹളം വെച്ചിട്ട് കാര്യമില്ല. പെൺകുട്ടികളിൽ മതബോധം സൃഷ്ടിക്കുകയാണ് വേണ്ടതെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ പറയുന്നു. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. വാർത്തയുടെ അനീഷ്, ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയാനുള്ള സാഹചര്യം എന്താണ്? എവിടെ വെച്ചായിരുന്നു ഈ ഒരു പരാമർശം? എൽദോ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം കോഴിക്കോട് നടത്തിയാണ്. ഈ യോഗത്തിൽ പ്രസംഗിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പൊതുവെ മദ്രസ പഠനത്തിനെത്തുന്ന കുട്ടികളുടെ എണ്ണത്തിൽ കുറവുണ്ടാവുന്നു. 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും എത്തുന്ന കുട്ടികളുടെ എണ്ണം പരിശോധിച്ചാൽ വലിയ അന്തരമുണ്ട്. ഒപ്പം ഈ ഉപരിപഠനത്തിനുള്ള സൗകര്യങ്ങൾ പെൺകുട്ടികൾക്ക് ഈ മദ്രസകളുമായി ബന്ധപ്പെട്ട് കുറവാണ്. അതുകൊണ്ട് പഠനം കാര്യമായി പെൺകുട്ടികളിൽ മുസ്ലിം സമുദായത്തിൽ നടക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ LGBT അടക്കമുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സംസ്കാരം കാണുന്ന മുസ്ലിം പെൺകുട്ടികൾക്ക് മതബോധം കുറഞ്ഞു വരുന്ന പ്രവണതയുണ്ട്. ഇതെല്ലാം കണ്ട് ഇവർ മറ്റ് മതസ്ഥരുടെ കൂടെ പോയാൽ ബഹളം വെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് പെൺകുട്ടികളിൽ മതബോധം സൃഷ്ടിക്കാനുള്ള നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളുകയാണ് വേണ്ടത്. മതപഠനവുമായി ബന്ധപ്പെട്ട ഉപരിപഠന സാധ്യതകൾ പെൺകുട്ടികൾക്കായി വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനീഷ്, ഒരു നിമിഷം, ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ്. SYA സെക്രട്ടറി അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞത് സ്വവർഗ സംസ്കാരം കാണുന്ന മുസ്ലിം പെൺകുട്ടികൾക്ക് മതബോധം കുറയും, അവർ വൃത്തികെട്ടവരാണ് എന്നൊക്കെയാണ്. എന്തായാലും ആ ബൈറ്റ് കേട്ടുവരാം. നല്ല മതബോധമില്ലാത്ത ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അവർ ഭൗതികതയിൽ ലയിച്ചു ചേർന്ന് ഈ LGBT സംസ്കാരമൊക്കെ കേട്ടും പഠിച്ചും നാണം കുറഞ്ഞും സമൂഹത്തിൽ അവൾ വളർന്നു വരുമ്പോ അവിടെ ഏതെങ്കിലും ഒരു അന്യമതസ്ഥന്റെ കൂടെ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോയി എങ്കിൽ, ഒരുപക്ഷെ പിതാവിന്റെ സാമ്പത്തിക നില കുറച്ച് കുറവാണെങ്കിൽ അവളുടെ മൂത്തതും അതിലപ്പുറവുമുള്ള കുട്ടി വിവാഹ കമ്പോളത്തിൽ വരടിച്ചു നിൽക്കുന്നുവെങ്കിൽ എന്നെയും വിവാഹം കഴിച്ചേക്കാൻ എന്റെ പിതാവിന് കഴിയില്ല എന്നൊരു തോന്നലും കൂടി ആ കുട്ടിയുടെ ഉള്ളിൽ വന്നാൽ, ആരെങ്കിലും കൈമാടി വിളിച്ചാൽ ഈ കുട്ടി ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ അതിന്റെ പേരിൽ ബഹളം വെച്ചിട്ടും കുഴപ്പമുണ്ടാക്കിയിട്ടും മാത്രം കാര്യമില്ല. അതിനെതിരെ നമ്മൾ ഉറഞ്ഞു തുള്ളിയിട്ട് മാത്രം മതിയാവില്ല. ഈ കുട്ടി എന്തുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നതിന്റെ ഒരു കാരണം സാമ്പത്തികമാണെങ്കിൽ മൂലകാരണം കുട്ടിക്ക് മതബോധമില്ലായ്മയാണ്. ആ കുട്ടി വെറും 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ. ഈ സാമൂഹ്യ ദുരന്തത്തിനെതിരെ മദ്രസ മാനേജ്മെന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നല്ലൊരു ബോധവൽക്കരണം താഴെ തട്ടിൽ കൊടുത്തിട്ട് ഒരു കുട്ടി 1ാം ക്ലാസ്സിൽ ചേർന്നാൽ നിർബന്ധമായും ആ കുട്ടി 10ാം ക്ലാസ് വരെ എത്തുന്ന തരം അത് നമ്മൾ ഉറപ്പുവരുത്തണം. കുട്ടി ഡ്രോപ്പ് ഔട്ട് ആകാൻ പാടില്ല. രക്ഷിതാക്കളുടെ യോഗം വിളിച്ച് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് രക്ഷിതാക്കൾ അതിന് സജ്ജരാക്കണം. അനീഷ, ഈ LGBT കമ്മ്യൂണിറ്റിക്ക് ലോകമെമ്പാടും സ്വീകാര്യത വരുമ്പോൾ ഇത്തരമൊരു നിലപാട് അത് പരസ്യ പ്രഖ്യാപനമായി നടത്തുന്ന ഒരു സാഹചര്യം, അതിൽ ഒരു പ്രതിഷേധം ഉയരുന്നുണ്ടോ കമ്മ്യൂണിറ്റിയിൽ നിന്ന്? തീർച്ചയായും LGBT ലോകമാകമാനം അംഗീകരിച്ച് സ്വവർഗ വിവാഹത്തിനെ പോലും നിയമവിധേയമാക്കുന്ന സ്ഥലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ നിരന്തരം ഈ സമസ്ത അടക്കമുള്ള സമുദായ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഇവർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ മറ്റുള്ള മതസ്ഥരുടെ കൂടെയും മറ്റുമൊക്കെ പോകുന്നത് ഈ LGBT സംസ്കാരം കണ്ട് പഠിക്കുന്നത് ഒരു കാരണമായി മാറുന്നു. ഇത്തരം ഒരു സംസ്കാരത്തിലേക്ക് കുട്ടികൾ വഴുതി വീഴുന്നതിന് കാരണം മതപഠനത്തിലെ പോരായ്മയാണ്, അല്ലെങ്കിൽ കാര്യമായ മതബോധമില്ലാത്തതാണ് എന്ന വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായി സംസ്ഥാന നേതാക്കളിൽ നിന്നും ഈ സംസ്ഥാനത്തെ നാഷണൽ സർവീസ് ക്യാമ്പുകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിലും ഏക മതം അല്ലെങ്കിൽ മതമില്ലായ്മ എന്ന രീതിയിലുള്ള ഈ വ്യത്യസ്തമായ ആശയങ്ങൾ കടന്നു വരുന്നു എന്ന വിമർശനം ഉണ്ടായിരുന്നു. ഇന്നും ഈ അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ പ്രസംഗത്തിലും NSS ക്യാമ്പുകളെ കുറിച്ചുള്ള രൂക്ഷമായ വിമർശനങ്ങളുണ്ട്. അവിടെ ഒരു മതം എന്ന രീതിയിലല്ല, മറിച്ച് എല്ലാ മതങ്ങളും ഒരുപോലെയാണ് എന്ന തരത്തിലേക്കുള്ള പഠനങ്ങൾ നടക്കുന്നു. പൊതു കാര്യങ്ങളിൽ ആളുകൾ ഇടപെടുന്നു. മോശമായ കാര്യങ്ങൾ പലതും ഈ ക്യാമ്പുകളിൽ നടക്കുന്നു എന്നടക്കമുള്ള വിമർശനങ്ങളുണ്ട്. അത്തരത്തിൽ പൊതുബോധത്തിലേക്ക് കുട്ടികൾ മാറുന്നത് തടയുക എന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ തന്നെയാണ് അവർ ഇത്തരം യോഗങ്ങളിൽ നടക്കുന്നത്. മതത്തോട് കൂടെ ചേർന്ന് മാത്രം വളരണം, മതബോധത്തോടു കൂടി മാത്രം വേണം കുട്ടികൾ വളരാൻ എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകുന്നത്. പ്രത്യേകിച്ച് ഈ മദ്രസ പഠനത്തിന് എത്തുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള കുറവ് ഉണ്ട് എന്ന് ഈ സംഘടനകൾ തന്നെ സമ്മതിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ കുട്ടികളെ മതപഠനത്തിലേക്ക് വഴിതിരിച്ചുവിടുന്നതിനുള്ള മാർഗങ്ങൾ, അല്ലെങ്കിൽ മതപഠനത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള മാർഗങ്ങൾ ആലോചിച്ചുകൂടിയാണ് ഇന്നത്തെ ഈ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രത്യേക ജില്ലാ സമ്മേളനവും മറ്റുമൊക്കെ കോഴിക്കോട്ട് ചേരുന്നതും. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. സ്വവർഗാനുരാഗികളെ അധിക്ഷേപിച്ചുകൊണ്ടാണ് SYA സെക്രട്ടറി അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ ഈ പ്രഖ്യാപനം, ഈ പരാമർശം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം.